നിങ്ങൾ ജാറത്തിനരികിൽ പോയി നിന്ന് വലിയനെ 1000 തവണ വിളിച്ചാലും അയാൾ അത് കേൾക്കുകയില്ല. അദ്ദേഹം നിങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധനാണ്. അവരിങ്ങനെ ഒരു കാര്യം അറിയുന്നില്ല. അവർ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ അവരെ വിളിച്ചാലും അവർ ഉത്തരം നൽകുകയില്ല. ആരാണ് പറയുന്നത്? അല്ലാഹു പറയാണ്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവന്റെ കാര്യം അവനെക്കാൾ വഴിപിടിച്ചവൻ മറ്റാരുണ്ട്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അവർ അശ്രദ്ധരാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, വഇദാ ഹുശിറ അന്നാസു കാനൂ ലഹും അഅദാഅ. ഇനി നാളെ ജനങ്ങളെല്ലാം ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, മഹ്ശറിൽ വന്നെത്തിയാൽ, കാനൂ ലഹും അഅദാഅ. ഇവർ ഈ വിളിച്ച് ദുആ ചെയ്തിരുന്ന ഔലിയാക്കന്മാർ, സാലിഹീങ്ങൾ, നബിമാർ, അവർ ഇവരുടെ ശത്രുക്കളായിരിക്കും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. നോക്കൂ, വകാനൂ ബിദുആഇഹിം എന്നല്ല പറഞ്ഞത്, വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഇവരുടെ ഇബാദത്ത്, ഇവരുടെ ഈ ആരാധന, ദുആ ഇബാദത്ത് എന്നാണ് പറഞ്ഞത്, ഇവരുടെ ആരാധനയെ അവർ നിഷേധിക്കുന്നവരാണ്. ഞങ്ങളുമായിട്ട് ബന്ധമില്ലെന്ന് പറയും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഈ ആയത്തിൽ ഉലമാക്കൾ പറഞ്ഞു അവരുടെ വഴികേട് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അനേകം കാരണങ്ങൾ പറഞ്ഞു. ഇത്ര അധികം വഴികേടിലാണെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. കാരണം ആയത്തിൽ തന്നെ ഉണ്ട്. ഒന്നാമത്തെ കാരണം, അവർ ദുആ ചെയ്യുന്നത് മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്തവനെയാണ് ഇവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖിയാമത്ത് അവസ്ഥ എന്തായിരിക്കും? എന്തിനാണ് ഈ മനുഷ്യന്മാർ ഇവരെ ദുആ ചെയ്ത്? ഇവരോടുള്ള സ്നേഹം കൊണ്ടല്ലേ, ഇവരോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ചില ആളുകൾ അങ്ങനെ വരെ പറയാറുണ്ട്, നമ്മളിപ്പോൾ നബിനെ വിളിച്ച് ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ പരലോകത്തെത്തിയാൽ നിങ്ങൾ ഇന്നെ വിളിച്ച് ദുആ ചെയ്തല്ലേ എന്ന് പറഞ്ഞ് നബി നമ്മളെ ആട്ടി പറഞ്ഞേക്കോ? നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്തതല്ലേ എന്ന് ചില ആളുകൾ ന്യായം പറയാൻ. അള്ളാഹു പറയാൻ, വഇദാ ഹുശിറ അന്നാസു കാനൂ ലഹും അഅദാഅ. അന്ത്യനാളിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഈ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവർ അവരുടെ ശത്രുക്കളായിരിക്കും ഈ പറഞ്ഞ സാലിഹീങ്ങൾ. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അവർ ഇവരുടെ ആരാധനകളെ നിഷേധിച്ചു തള്ളുന്ന ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയും. എത്ര സത്യമാണ് പറഞ്ഞത്? ഏതെങ്കിലും ഒരു മലക്ക് പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചോളി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ വിളിച്ചോളാൻ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.